هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلى أمة سيدنا ومولانا محمد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വർഗ്ഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, സ്നേഹിച്ചിരുന്ന, സഹായിച്ചിരുന്ന, ഭക്ഷണം നൽകിയിരുന്നവർ, പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ്ഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. സുഖമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ വിശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ അവരുടെ രോഗങ്ങളെ എത്രയും പെട്ടെന്ന് നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. വിശാലമായി സംസാരിക്കുകയല്ല, ഇന്ന് റബീഉൽ അവ്വൽ 12 ബഹുനിരായ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500ാമത് ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഒരു ദിനമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വരവേൽക്കുകയും അവരെ കുറിച്ച് പറയുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഇത്രയും മഹത്വം നൽകിയത്? വിശുദ്ധ ഖുർആനിലൂടെ ഒരുപാട് ആയത്തുകൾ നബി തങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം. ഇതൊക്കെ എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഒരു ആദരവും റെസ്പെക്റ്റും, നബി എന്ന ആ വ്യക്തിത്വം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇല്ല എങ്കിൽ അല്ലാഹുവിലേക്ക് ഒരാൾക്ക് എത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി അല്ലാഹു തന്നെ പറയുന്ന ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണിച്ചു തന്നത്. ഞാൻ സ്വല്പം നേരത്തെ ഓതിയതായ നമുക്കൊക്കെ പരിചയമുള്ള വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ ഒരു സൂറത്താണ് സൂറത്തുൽ കൗസർ. ഈ സൂറത്തുൽ കൗസർ തന്നെ അവതരിക്കാൻ ഒരു പശ്ചാത്തലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആൺകുട്ടികളെല്ലാം ചെറുപ്രായത്തിലെ മരണപ്പെട്ടു പോയപ്പോൾ നബി തങ്ങളുടെ ഒരു പരമ്പര പിന്നീട് ഉണ്ടാവുകയില്ല എന്നും, നബി തങ്ങളുടെ വഫാത്തോടുകൂടെ ഈ ഇസ്ലാമിന്റെ പ്രബോധനം അസ്തമിക്കും എന്നുമൊക്കെ ശത്രുക്കൾ കണക്കുകൂട്ടി. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ ഈ വിഷയത്തിൽ വാലറ്റവൻ, പരമ്പര മുറിഞ്ഞവൻ എന്ന അർത്ഥത്തിൽ അധിക്ഷേപിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ ചെറിയൊരു വിഷമം, ചെറുതല്ല വലിയൊരു വിഷമം തന്നെയാണ്, വിഷമമുണ്ടായി. ഈ ഉണ്ടായ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സൂറത്ത് ഇറക്കുകയാണ്. ഏതാണ് സൂറത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅ്തൈനാകൽ കൗസർ. അല്ലാഹു പറയാം, നബിയെ അങ്ങേക്ക് നാം കൗസർ നൽകിയില്ലേ? നബി തങ്ങൾ സ്വല്പം വിഷമിച്ചു. വാലറ്റവൻ, കുറ്റിയറ്റവൻ, ആൺകുട്ടികളില്ലാത്തതുകൊണ്ട് പരമ്പര മുറിഞ്ഞവൻ, അല്ലെങ്കിൽ നബിതങ്ങളുടെ ദൗത്യം ഇനി പ്രചരിപ്പിക്കാൻ ആളില്ല എന്ന രീതിയിൽ നബിതങ്ങളെ ഒന്ന് ഇകഴ്ത്തി കുത്തി ഖുറൈശികൾ പറഞ്ഞപ്പോൾ അല്ലാഹു തആല ആയത്തിറക്കുകയാണ്. നബിതങ്ങളുടെ വിഷമം കണ്ട് നബിയെ വിഷമിക്കണ്ട, ഇന്നാ അഅ്തൈനാകൽ കൗസർ, അങ്ങേക്ക് നാം കൗസർ നൽകിയില്ലയോ നബിയേ? എന്താണ് കൗസർ? അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പറയുന്നത്, അധികരിച്ച നന്മ കിട്ടിയ ആൾ,
അല്ലെങ്കിൽ അധികരിച്ച നന്മ എന്നാണ് അൽ കൗസർ എന്ന അറബി വാക്കിന് അറബികൾ അർത്ഥകൽപ്പന നടത്തിയിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ നബി തങ്ങളുടെ അത്ര നന്മ അല്ലാഹു തആല ലോകത്ത് ഒരു മനുഷ്യനും കൊടുത്തിട്ടില്ല. ഭൂമിയിലെ സ്ഥാനമാനമാവട്ടെ പരലോകത്തെ സ്ഥാനമാനമാവട്ടെ എന്താണെങ്കിലും നബി തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഈ എല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങളുമാണ് കൗസർ കൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് ഭൂരിഭാഗം ഇബ്നു അബ്ബാസ്, ഇക്രിമ, അതേപോലെ മുജാഹിദ്, ഹസനുൽ ബസ്രി തുടങ്ങിയ വലിയ ഒരു കൂട്ടം മുഫസ്സിറുകൾ പറയുന്നത് നബി തങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളുമാണ് അതുകൊണ്ട് ഉദ്ദേശം എന്നതാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ പറയുന്നത് അതല്ല, പരലോകത്തിന് നബി തങ്ങൾക്ക് ഹൗലുൽ കൗസർ എന്ന് പറയുന്ന ഒരു പാനീയം അല്ലാഹു നൽകുന്നുണ്ട്, അതിനെക്കുറിച്ച് മാത്രമാണ് എന്നാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ അഭിപ്രായങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഹൗലുൽ കൗസർ അടക്കം ഭൂമിയിലും പരലോകത്തുമായി നബി തങ്ങൾക്ക് അല്ലാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ ആ എല്ലാ അനുഗ്രഹങ്ങളെയും ഉൾപ്പെടുന്ന വാക്കാണ് കൗസർ. അപ്പോൾ അല്ലാഹു പറയുന്നു, ഇന്നാ അഅതൈനാകൽ കൗസർ, നബി അങ്ങേക്ക് നാം കൗസർ നൽകിയില്ലയോ, ഫസല്ലി ലിറബ്ബിക വൻഹർ, അതുകൊണ്ട് തന്നെ അങ്ങ് നിസ്കരിക്കുക, അറിവ് നടത്തുകയും ചെയ്യുക. എന്നിട്ട് പറയാണ്, ഇന്ന ശാനിഅക, അങ്ങയോട് മനസ്സിനകത്ത് കോപവും ദേഷ്യവും പകയും കൊണ്ട് നടക്കുന്ന ആളുകളില്ലേ, അങ്ങയെ ആക്ഷേപിക്കുന്നവർ, അങ്ങ് വാലറ്റവനാണ്, അതേപോലെ പരമ്പര മുറിഞ്ഞവനാണ് എന്ന് പറയുന്ന ആളുകളില്ലേ നബിയെ, ഹുവൽ അബ്തർ, അവരാണ് വാലറ്റവൻ, അങ്ങ് വാലറ്റവനല്ല. അങ്ങയുടെ സന്താന പരമ്പര ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും എന്ന ഉൾസാരം അല്ലാഹു തആല ഇതിന്റെ ആയത്തിലൂടെ പങ്കുവെക്കുകയാണ്. ഇവിടെ ഞാൻ ഇത് ഓതിയത് എന്തിനാന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വിഷമം വന്നപ്പോഴേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ ഇടപെടുകയാണ്. നബി തങ്ങളെ സ്വാന്തനിപ്പിക്കുകയാണ്. ഇത് ഒരു ആയത്തിലല്ല, ഒരുപാട് ആയത്തുകളിൽ നമുക്ക് കാണാം. സൂറത്തു തബ്ബത്ത്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, നമുക്കറിയാവുന്ന ഒരു സൂറത്താണ്. അത് ഇറങ്ങാൻ ഒരു പശ്ചാത്തലമുണ്ട്. സഫാ കുന്നിൽ നബി തങ്ങൾ കയറി ഖുറൈശികൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഖുറൈശികളെ, ഈ മലയുടെ പുറകുവശത്ത് വലിയ ഒരു സൈന്യം നിൽപ്പുണ്ട്, അത് നിങ്ങൾ ആക്രമിക്കും എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് മക്കക്കാരെല്ലാരും വിളിച്ചു കയറ്റി നബി തങ്ങൾ ചോദിച്ചു. മക്കക്കാരോട് വരാൻ പറഞ്ഞു. നബി തങ്ങൾ അമീനാണ്, ഇതുവരെ കള്ളം പറയാത്തവനാണ്, ആവശ്യമില്ലാത്ത കാര്യത്തിന് ക്ഷണിക്കൂല. എല്ലാവരും ചെന്നു. നബി തങ്ങൾ സഫാ കുന്നിൽ കയറി. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഇതിന്റെ ഇപ്പുറത്തൊരു സൈന്യമുണ്ട്, നിങ്ങൾ ആക്രമിക്കാൻ വന്നതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അവർ പറഞ്ഞു, അതെ വിശ്വസിക്കും മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ അനുസരിക്കുക, നിങ്ങൾ കാണുക, ഈ ആകാശത്തെയും ഭൂമിയെയും നമ്മളെല്ലാവരെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ട് അല്ലാഹ്. ആ അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ഇബാദത്ത് ചെയ്യാവൂ. നിങ്ങളെ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും നിങ്ങൾ തന്നെ കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങൾക്ക് നിങ്ങൾ പൂജകൾ ചെയ്യരുത്. അത് നിങ്ങളെ പോലെയുള്ള മറ്റു സൃഷ്ടികളാണ് എന്നേ വ്യത്യാസമുള്ളൂ. നിങ്ങളെയും എന്നെയും പടച്ച അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഈ ഒരു താക്കീത് ചെയ്യാനാണ് നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടിയത് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ആ സമയത്ത് നബി തങ്ങൾ ഈ പറയുന്നത് കള്ളമാണ് എന്ന് പറയാൻ അവർക്ക് അനുവദിച്ചില്ല. കാരണം ഒരു കള്ളോ നബി തങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദേ, നീ പറയുന്നത് കള്ളമാണെന്ന് പറയാൻ അവർക്ക് ലജ്ജയുള്ളത് കൊണ്ട് അവരെല്ലാരും മിണ്ടാതെ പോയി, അനുസരിച്ചില്ല, നബിയെ വിശ്വസിച്ചില്ല. എങ്കിലും നബി തങ്ങളെ ചീത്ത വിളിച്ചില്ല. ഈ സമയത്ത് നബി തങ്ങളുടെ മൂത്താപ്പയായ അബൂ ലഹബ് എന്ന് പറയുന്ന മനുഷ്യൻ നബി തങ്ങളെ തെറി വിളിക്കുകയാണ്. ഇതിനാണോ നീ ഞങ്ങളെ കൊണ്ടുവന്നത്? ഇതിനാണോ നീ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയത്? നിനക്ക് നാശമുണ്ടാവട്ടെ, നിനക്കാണ് നാശം, നിനക്കാണ് നാശം എന്ന് പറഞ്ഞ് നബി തങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയപ്പോ അത് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അല്ലാഹു തആല ഈ ആയത്തുമായി വരികയാണ്, തബ്ബത് യദാ അബീ ലഹബ്, അബൂ ലഹബ് നശിക്കട്ടെ, മാ അഗ്നാ
അൻഹു മാലുഹു വമാ കസബ്. അവൻ ഒരുമിച്ച് കൂട്ടിയതും അവന്റെ സമ്പത്തും അവന്റെ സൗഭാഗ്യങ്ങളൊന്നും ഒന്നും അവനിക്ക് ഉപകരിക്കാൻ കഴിയില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്. ശേഷം അവൻ ജ്വാലകളുള്ള കത്തിയാളുന്ന നരകത്തിൽ അബൂ ലഹബ് പ്രവേശിക്കും. അല്ലാഹു തആല പറയാണ്, എന്തേ കാരണം? നബി തങ്ങൾ അധിക്ഷേപിച്ചു. അത് അല്ലാഹുക്ക് ഇഷ്ടമായില്ല. ഈ ആയത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഈ ആയത്ത് ഖുർആനിന്റെ ഒരു അമാനുഷികതയാണ്. കാരണം നബി തങ്ങളുടെ ആ കാലഘട്ടങ്ങളിൽ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ വിശ്വാസമില്ലാതെ കപടന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുള്ള കാലമാണ്. ഈ അബൂ ലഹബിന് ഒരു സുപ്രഭാതത്തിൽ തോന്നുകയാണ്, ഞാൻ നരകത്തിലാണ് എന്നാണല്ലോ ഇപ്പോ ഖുർആനിലൂടെ നിന്റെ അല്ലാഹ് പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി നിങ്ങളോട് പറയേണ്ടതാണ്, ഞാൻ നരകത്തിലാണെന്ന് ഖുർആൻ പറഞ്ഞല്ലോ, എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നബി തങ്ങളുടെ മുമ്പിൽ വന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് വാക്കുകൊണ്ടെങ്കിലും നബി തങ്ങളെ തോൽപ്പിക്കാൻ എന്നുള്ള ഉദ്ദേശത്തിൽ ഉള്ളിൽ വിശ്വാസമില്ലാതെ എങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഈ ആയത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ആയത്ത് എന്താണ്? അബൂ ലഹബ് നശിക്കട്ടെ, അവൻ നശിച്ചിരിക്കുന്നു, അവൻ നരകത്തിൽ കടക്കും, അവന്റെ സ്വത്തും പണമൊന്നും അവൻ ഉപയോഗിക്കൂല. എന്നാൽ ഒരാൾ മുസ്ലിം ആയാൽ അതുവരെ അവൻ ചെയ്തതെല്ലാം പുറത്തു കൊടുത്ത് സ്വർഗത്തിൽ കടത്തും എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഈ അബൂ ലഹബ് ഇത് കേട്ട് ഈ ആയത്തിനെ പൊളിക്കാൻ എന്ന ഉദ്ദേശത്തിൽ അവൻ വന്ന് മുസ്ലിമായോ? ഇല്ല. അതാണ് ഖുർആനിന്റെ മാനുഷികത. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ മനസ്സിനകത്ത് വിശ്വാസമില്ലാത്ത ഒരുപാട് കപടന്മാരുള്ള കാലഘട്ടമാണ്. എന്നാലും അവനത് തോന്നിയില്ല. അത് നബി തങ്ങളുടെ മോചിതത്താണ്, വിശുദ്ധ ഖുർആനിന്റെ മോചിതത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അതല്ല. ഇവിടെ നബി തങ്ങളെ അധിക്ഷേപിച്ചപ്പോൾ, നബി തങ്ങളെ മോശപ്പെടുത്തിയപ്പോൾ അല്ലാഹു തആല അവിടെ ഇടപെടുകയാണ്. നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ കാണുന്ന ഒരു കാഴ്ചയാണിത്. ഇസ്ലാമിന്റെ ആശയങ്ങളോടും ദർശനങ്ങളോടും ഒരാൾക്ക് വിയോജിപ്പുണ്ടാകാം, അത് സ്വാഗതാർഹമാണ്, നമുക്കത് പറഞ്ഞു കൊടുക്കാം. എന്നാൽ നബി തങ്ങളെ അധിക്ഷേപിക്കുന്ന ഒരുപാട് മുസ്ലിം നാമധാരികളായ യുക്തിവാദികളുണ്ട്. യുക്തിവാദികളല്ല, ബുദ്ധിഹീനർ എന്നവരെ കുറിച്ച് പറയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബി തങ്ങളെ അധിക്ഷേപിക്കുന്ന ഒരാളും നല്ല രീതിയിൽ ഈ ലോകം വിട്ടു പോവുകയില്ല. ഖുർആൻ അതിന് തെളിവാണ്. നബി തങ്ങളെ ദേഷ്യം വെക്കുമ്പോ, നബി തങ്ങളെ അധിക്ഷേപിക്കുമ്പോ, നബി തങ്ങളുടെ മനസ്സ് നോക്കുമ്പോ അവിടെയൊക്കെ അല്ലാഹു തആല ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ രണ്ടായത്ത് ഞാൻ പറഞ്ഞില്ലേ. ഇനി നമ്മൾ സൂറത്തുൽ ഹുജറാത്തിലേക്ക് വരിക. സൂറത്തുൽ ഹുജറാത്തിന്റെ രണ്ടാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുന്ന ഒരായത്ത് ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നബി ആരാന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നബി പറഞ്ഞ ഒരു കാര്യം അനുസരിക്കാതിരിക്കുമ്പോഴുള്ള ഭയാനകത നാം ഗൗനിക്കുകയുള്ളൂ. ഖുർആൻ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളോട് പറയാണ്, സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി, നബി തങ്ങളുടെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുത്. ഒന്നും കൂടെ അത് വിശദീകരിക്കുന്ന, വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ ചിലരോട് സംസാരിക്കുമ്പോ ഉച്ചത്തിൽ സംസാരിക്കൂലേ, അവന്റെ ശബ്ദത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം പൊങ്ങൂലേ? എന്നാൽ അതുപോലെ നബി തങ്ങളുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയർത്തി നിങ്ങൾ സംസാരിക്കരുത്. ഖുർആൻ പറയാണ്, ഖുർആന്റെ ആയത്താണ്, സൂറത്തുൽ ഹുജറാത്തിന്റെ രണ്ടാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്തരുത്, ഫൗക സൗത്തിൻ നബി, നബി തങ്ങളുടെ ശബ്ദത്തെക്കാൾ, വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ്, നിങ്ങൾ പരസ്പരം ചിലരോട് പറയുമ്പോൾ ശബ്ദമുയർത്തുന്നത് പോലെ നബി തങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ശബ്ദമുയർത്തല്ലേ. എന്തുകൊണ്ടെന്നാൽ, എന്താണ് അങ്ങനെ ഉയർത്തിയാൽ? ഖുർആൻ പറയാണ്, നിങ്ങളുടെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകും, നിങ്ങളുടെ അമലുകളെല്ലാം ഡിലീറ്റായി പോകും, നിങ്ങൾ അമലുകളെല്ലാം ശൂന്യമാകും ജനങ്ങളെ. വഅൻതും ലാ തശ്കുറൂൻ,
അമലൊക്കെ പോയി എന്ന് നിങ്ങൾ അറിയൂല. ഖുർആനല്ലേ ഇത്? ഖുർആന്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ. നബിയുടെ മുമ്പിൽ വെച്ച് നീ ഉച്ചത്തിൽ സംസാരിച്ചാൽ മോനെ നിന്റെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. നീ അറിയൂല. നീ വലിയ നിസ്കാരക്കാരനാണ്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, നോമ്പ് പിടിച്ചിട്ടുണ്ട്, എപ്പോഴും പള്ളിയിൽ വരുന്ന ആളാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാ, സക്കാത്ത് കൊടുക്കുന്ന ആളാ, എന്തുണ്ടായിട്ടും കാര്യമില്ല, നിന്റെ അമലെല്ലാം പൊളിഞ്ഞു പോകും. എന്തേ ഒരു കാര്യം? നബിയുടെ മുമ്പിൽ വെച്ച് നബിയുടെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കരുത്. ഖുർആൻ മദീനത്ത് പോയ ആളുകൾക്കറിയാം, മദീനയുടെ ഒരുപാട് കവാടങ്ങളിൽ ഈ ആയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ആയത്ത് എഴുതി വെച്ചിരിക്കുന്നത് മദീന എന്ന് പറയുമ്പോ നബിതങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. നബിതങ്ങൾ റൗളയിലേക്ക് പോകുന്ന, നബിതങ്ങൾ കിടന്നുറങ്ങുന്ന ആ റൗളയുടെ ചുറ്റുഭാഗം, അതിനടുത്തുള്ള ചില പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് കവാടങ്ങൾ ഉണ്ടല്ലോ മദീനയിൽ. അല്ലാഹു കാണാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആ നബിതങ്ങൾ കിടക്കുന്നതിന്റെ അടുത്തേക്ക് എത്തുമ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ സൂറത്തുൽ ഹുജറാത്തിന്റെ ഈ ആയത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്താ ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ശബ്ദമുയർത്തരുത്, നബിതങ്ങളാണ് അവിടെ കിടക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് നൽകുകയാണ് അറബിയിലെ ഇന്നത്തെ സൗദി ഭരണകൂടം പോലും. നബിതങ്ങളുടെ ശബ്ദത്തെക്കാൾ ശബ്ദം ഉയർത്തരുത്. എന്താ ഇതിന്റെ അപ്പുറത്തൊക്കെ ഇനി പറയേണ്ടത്? ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പരിചയപ്പെടുത്തി തരേണ്ടത്? അവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവരുത് എന്നുള്ള നിലയ്ക്ക് വീണ്ടും അല്ലാഹു പറയാം, നബിതങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് വിനയത്തോടുകൂടെ, റെസ്പെക്റ്റോടുകൂടെ, ആദരവോടുകൂടെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്കുള്ള ഗുണം ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിന്റെ 3-ാമത്തെ ആയത്തിലൂടെ പറയാണ്, ഇന്നല്ലദീന യഗുല്ലൂന അസ്വാതകും അസ്വാതഹും ഇൻദ റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ശബ്ദം താഴ്ത്തുന്നവരാരോ, ഉലൈക അവരുടെ ഹൃദയങ്ങളെ തഖ്വയിലേക്ക് അല്ലാഹു തആല വിശാലമാക്കിയിരിക്കുന്നു. മാത്രമല്ല ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അളീം. അവർക്ക് പാപമോചനങ്ങളുണ്ട്, അവർക്ക് വലിയ പ്രതിഫലവുമുണ്ട്. ആർക്ക്? നബിയുടെ മുമ്പിൽ വെച്ച് വിനയത്തോടെ സംസാരിക്കുന്ന ആളുകൾക്ക് പാപമോചനമുണ്ട്, വലിയ പ്രതിഫലമുണ്ട്. നബിയുടെ മുന്നിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിച്ചാലോ അവൻ അതുവരെ ചെയ്ത എല്ലാ അമലുകളും അവന്റെ ബാത്തിലായി പോകും. വിശുദ്ധ ഖുർആൻ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭരണകാലത്ത് മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ത്വായിഫിൽ നിന്ന് വന്ന 2 ചെറുപ്പക്കാർ പള്ളിയിൽ ഒരു ഭാഗത്തിരുന്ന് ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കാൻ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ആണ്, നമ്മളെ മാതിരിയൊന്നുമല്ല, പറച്ചില് വട്ടൊന്ന് 2 എന്നുള്ള ദേശീയക്കാരനാണ്. അപ്പ അടിയാണ്, വേറെ മറുപടി ഒന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. പള്ളിക്കകത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടപ്പോ അവരെ വിളിച്ചു, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ എവിടുത്തുകാരാന്ന് ചോദിച്ചു. അവിടെ നമുക്ക് പാഠമുണ്ട്. ഈ നാട്ടുകാരും ഇവിടുത്തെ നിയമങ്ങളൊന്നും അറിയാത്ത ഒരാൾ വന്ന് ഒരു അവിവേകം ഒരു നാട്ടിൽ കാണിച്ചാൽ പെട്ടെന്ന് ശിക്ഷിക്കരുത് എന്നാണ്. അതാണ് ഇതിന്റെ പാഠം. നിങ്ങൾ എവിടെ നിന്ന് വന്നവരാണ്, നിങ്ങൾ എവിടുത്തുകാരാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ത്വായിഫിലുള്ളവരാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, ലൈൻ കുൻതുമാ മിനൽ മദീനതി ലഔജഅതുകുമാ. നിങ്ങൾ രണ്ടാളും മദീനക്കാരായിരുന്നുവെങ്കിൽ ഇപ്പൊ എന്റെ അടുത്ത് നിങ്ങൾക്ക് നല്ലവണ്ണം കിട്ടുമായിരുന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നുണ്ട്, ഇത് റസൂലുള്ളാഹിന്റെ പള്ളിയാണ്, ഇവിടെ വെച്ചിട്ടാണോ നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത്? നിങ്ങൾക്കറിയില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. നബി തങ്ങൾ വഫാത്തായിട്ട് പോലും അവിടെ നിന്നുകൊണ്ട് ഉച്ചത്തിൽ സംസാരിക്കരുത് എന്ന് അവിടുത്തെ അനുയായിയായിരുന്ന ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നൽകിയ സ്ഥാനമാണ്. എന്തിനാ നബി തങ്ങളെ കുറിച്ച് പറയണത്? എന്തിനാ നബി തങ്ങളെ കുറിച്ച് പാടുന്നത്? ഇത് പാടാതിരിക്കുവോ? നബി തങ്ങൾ അറിയുന്ന ആളുകൾ കേവലം നബി തങ്ങൾ പറയുന്നത് മാത്രം കേട്ട് ജീവിക്കലാണോ? അതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്നേഹമില്ലേ നമുക്ക് നബി തങ്ങളോട്? ഇതാണ് നബി. നബിയെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്ത ആയത്തുകൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരാളോട് അവൻ സംസാരിക്കുന്നതിനേക്കാൾ ചിലപ്പോ നമ്മൾ പ്രായമുള്ള ഉമ്മമാരൊക്കെ പറയുന്ന കേൾക്കാറുണ്ട്, ബോധമുള്ള
പ്രായത്തേക്കാൾ കൂടിയ ആളോട് നല്ല ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ല, അങ്ങനെ പറയരുത് കേട്ടോ, അങ്ങനെ പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കും. ഇന്നിപ്പോ നമ്മുടെ മക്കൾക്ക് അതൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല, അതൊന്നും മൈൻഡ് ചെയ്യാത്തൊരു വിഷയമാണല്ലോ ഇന്ന് ഉച്ചത്തിൽ സംസാരിക്കുക. ഖുർആന്റെ ഭാഷ നിങ്ങൾ നോക്കൂ, നബിയുടെ മുമ്പിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കരുത്, നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും. അത് നിങ്ങൾ അറിയുകയില്ല. ഇതിൽ നൽകുന്ന ഒരു പാഠമുണ്ട്. പ്രായമുള്ള ആളുകളുടെ മുമ്പിൽ വെച്ചും ആദരിക്കേണ്ട ആളുകളുടെ മുമ്പിൽ വെച്ചും അനാദരവായിക്കൊണ്ട് തോന്നിയതുപോലെ ഓരോന്നും വിളിച്ചു പറയാൻ പാടില്ല. ഓരോ ആൾക്കും ഓരോ മഹത്വമുണ്ട്, ഓരോ ആൾക്കും ഓരോ സ്ഥാനമുണ്ട്. ആ സ്ഥാനവും മഹത്വവും മാനിക്കാത്ത രീതിയിൽ അവരെ വിളിച്ചുകൊണ്ട് ഉച്ചത്തിൽ സംസാരിക്കുകയും അവ ഇകഴ്ത്തി പറയുകയും ചെയ്താൽ അത് മതി. അവൻ എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. അല്ലാഹു തആല അവന്റെ അമലുകളെല്ലാം പൊളിച്ചു കളയും. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നിട്ട് നബി തങ്ങളോട് പറയാണ്, ഈ ആയത്തിറങ്ങാനും ഒരു കാരണമുണ്ട്. നബി തങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ പുറമേ നിന്ന് വന്നതായ കുറച്ച് അഅറാബികൾ, ഗ്രാമീണരായ ആളുകൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആദിവാസികളായിട്ടുള്ള ആളുകൾ, കാട്ടറബികൾ, അവർ വന്നുകൊണ്ട് നബി തങ്ങളെ വിളിക്കുകയാണ്, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് ഇറങ്ങി വാ. ഈ സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത്. അങ്ങനെ നബിയെ വിളിക്കരുത് കേട്ടോ, അല്ലാഹ് പറയാണ് ഒരു ആയത്തിലൂടെ. എന്നിട്ട് ഇതിന്റെ ശേഷം നബി തങ്ങളോട് അല്ലാഹ് പറയാണ്, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാതി അക്സറുഹും ലാ യഅഖിലൂൻ. നബിയെ അങ്ങ് റൂമിന്റെ ഉള്ളിലായിരുന്നപ്പോ അങ്ങയെ പേരെടുത്തുകൊണ്ട് വിളിച്ചില്ലേ കുറച്ചാളുകൾ? അക്സറുഹും ലാ യഅഖിലൂൻ, അറിവില്ലാത്തവരാണ് നബിയെ, പക്വതയില്ലാത്തവരാണ് നബിയെ. അല്ലാഹ് നബിയോട് പറയുന്നതാണിത്. ഇങ്ങനെ വിളിച്ചപ്പോൾ അത് വിളിക്കരുത് എന്ന് ആദ്യം അവരെ ഉണർത്തുകയും വിളിച്ച ആളുകളെ അതിന് താക്കീത് ചെയ്യുകയും എന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, അവർ അറിവില്ലാത്തവരാണ് നബിയെ. ഇതിലും അപ്പുറത്തുമുള്ള ഒരു റെസ്പെക്ട് എങ്ങനെയാണ് ഒരു മനുഷ്യന് അല്ലാഹു നൽകുക? എത്ര ആയത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞില്ലേ, വറഫഅനാ ലക ദിക്റക വറഫഅനാ ലക ദിക്റക അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ യൻഖള ലഹ്റക എന്ന് പറയുന്ന ആയത്തിലൂടെ മുഴുവൻ പറയുന്നത് നബിയുടെ മഹത്വമാ. വറഫഅനാ ലക ദിക്റക, അങ്ങയെ പറയലിനെ നാം ഉയർത്തി, അങ്ങയെ ഓർക്കലിനെ നാം ഉയർത്തി, അങ്ങയെ സ്മരിക്കലിനെ നാം ഉയർത്തി. ബാങ്കിലൂടെ, നിസ്കാരത്തിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന്റെ വലത് ചെവിയിലും ഇടബാങ്ക് കൊടുക്കുന്നതിലൂടെ ഏതെല്ലാം ഉയർത്തലിങ്ങനെ. ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ നോക്കുക, നബിതങ്ങളെ കുറിച്ച് പറയാത്ത ഒരു ഗ്രാമമുണ്ടോ? നബിതങ്ങളെ കുറിച്ച് പറയാത്ത ഏതെങ്കിലും ഒരു പ്രദേശമുണ്ടോ? ഇല്ല, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബദറു അലൈനാ മിൻ ثنيات الوداع وجب شكر علينا ما دعا لله داعي. ഏതെങ്കിലും പണ്ഡിതൻ എഴുതി വെച്ച വരികളല്ല ഇത്, നബിതങ്ങളെ കുറിച്ച് പാടിയ പാട്ടാണ്. ഇന്ന് നമ്മൾ പതാക ഉയർത്തിയപ്പോ ഈ ബൈത്ത് ചൊല്ലിക്കൊണ്ടാണ് പതാക ഉയർത്തിയത്. ഈ ബൈത്ത് ആദ്യമായി പാടിയത് മദീനക്കാരാണ്. മക്കയിൽ നിന്ന് നബിതങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വരുന്നു എന്ന വാർത്ത കേട്ടപ്പോ മദീനക്കാർ തയ്യാറായി. എങ്ങനെ? ദഫ് ഉണ്ടാക്കി കാത്തിരിക്കുകയാണ് അവർ. നബിതങ്ങൾ വരുന്ന വഴിയിലൂടെ രണ്ട് ഭാഗമായി ലൈനിൽ ഇങ്ങനെ നിന്ന് നബിതങ്ങൾ ഇങ്ങനെ കടന്നു വരുമ്പോ രണ്ട് ഭാഗത്തു നിന്ന് ദഫ് കൂട്ടുകയാണ് ചെറിയ മക്കൾ. എന്നിട്ട് അവര് പാട്ടുപാടി. ആ പാട്ടാണ് ഹദീസിലുള്ളതാണ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസിലുള്ളതാണ്. രണ്ട് ഭാഗത്തു നിന്ന് പാട്ടുപാടി തോലഅൽ ബദ്റു പാടി നബിതങ്ങളെ മദീനയിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി. മദീനയിലെ അൻസ്വാറുകളായ സ്വഹാബികൾ ആരാണ് അവരോടത് ചൊല്ലാൻ പറഞ്ഞത്? നബിതങ്ങൾ പറഞ്ഞോ, ഞാൻ വരുമ്പോ എന്നെ ദഫ് മുട്ടി നിങ്ങൾ സ്വീകരിക്കണം, ഞാൻ വരുമ്പോ നിങ്ങൾ എന്നെ പാട്ടുപാടി സ്വീകരിക്കണം. നബിതങ്ങൾ പറഞ്ഞോ, ഇല്ല,
ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അവരുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോ അത് കടന്നു വരുന്ന നബിതങ്ങളെ സ്വീകരിക്കുന്ന മദീനക്കാരുടെ ഒരു നാടൻ രീതിയാണ് പാട്ടുപാടിക്കൊണ്ട് അവരെ സ്വീകരിക്കുക എന്നുള്ളത് ഒരു സ്നേഹപ്രകടനമാണ്. ആ സ്നേഹപ്രകടനം മദീനക്കാര് നടത്തിയപ്പോ നബിതങ്ങൾ അതിനെ നിരാകരിച്ചില്ല, നബിതങ്ങൾ അതിനെ അംഗീകരിച്ചു. അതാണ് ഞങ്ങളിലേക്ക് ഇതാ പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നബിതങ്ങളെ പുകഴ്ത്തിപ്പെടുകയാണ്. പൂർണ്ണചന്ദ്രൻ ഇതാ ഞങ്ങളിലേക്ക് ഉദിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ നബിക്ക് ശുക്ർ ചെയ്യൽ, ഈ നബിക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കൽ ഞങ്ങളുടെ കടമയാണ്. ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന നബി ഇതാ ഞങ്ങളിലേക്ക് വന്നിരിക്കുന്നു. മദീനക്കാരി നബിതങ്ങളെ കുറിച്ച് പാടിയ പാട്ടാണ് ഇന്നും റാലിയിൽ പോകുന്ന സമയത്ത് നമ്മൾ പാടുന്നത്. ഇത് പാടാൻ നബിതങ്ങൾ പറഞ്ഞതല്ല, പക്ഷേ അതൊരു മനുഷ്യന്റെ മര്യാദയാണ്, ഒരു നാടിന്റെ സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ തെറ്റുണ്ടെങ്കിൽ നബിതങ്ങൾ അത് തിരുത്തി കൊടുക്കും. എന്നാൽ അതിൽ തെറ്റില്ലാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് അംഗീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ വിശദീകരിക്കുകയല്ല. എന്തെല്ലാം സംഭവങ്ങൾ നമുക്കറിയാം. നബിദിനായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി തങ്ങളെ നബിദിനം വരുമ്പോ ഒരുപാട് കോലാഹലങ്ങളാണ്. ഇനി നബിദിനത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലും കാണിച്ചു കൂട്ടിയാൽ അതിനെയല്ല ഞാൻ ന്യായീകരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ചളിക്കവട്ട മുസ്ലിം ജമാഅത്തിൽ നമ്മൾ നടത്തിയ പരിപാടിയില്ലേ, സുബൈക്ക് നമ്മൾ നടത്തിയ മൗലിദില്ലേ, അത് കഴിഞ്ഞ് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്തില്ലേ, എത്ര നേരം നമ്മൾ ഖൽബുരിഞ്ഞ് അല്ലാഹ് എന്ന് ആ സമയം ഉറവിട്ടു, എത്ര സ്വലാത്ത് ചൊല്ലി, അത് കഴിഞ്ഞ് നമ്മൾ റാലി പോയില്ലേ. ഇതിലൊക്കെ എന്താണ് ഇസ്ലാമിക വിരുദ്ധമായിട്ട് നമുക്കുണ്ട് എന്ന് പറയുന്നത്? നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം അത് കേവലം ഒരു അനുസരണം മാത്രമല്ല. കേവലം ഒരു അനുസരണം മാത്രമല്ല. അനുസരണം മാത്രമാണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവന്റെ മേലുദ്യോഗസ്ഥനോട് അനുസരിക്കാറുണ്ട്. അത് സ്നേഹമല്ല, മനസ്സിനകത്ത് പ്രാഗിയിട്ടാണ് പലപ്പോഴും. റെസ്പെക്ട് ചെയ്യണം, കാണുമ്പോൾ സല്യൂട്ട് ചെയ്യണം, അത് റെസ്പെക്ട് ആണ്. പക്ഷെ അത് സ്നേഹത്താലുള്ള ഒരു റെസ്പെക്ട് അല്ല. നബിതങ്ങൾ പറഞ്ഞത് അനുസരിക്കണം, അത് നബിതങ്ങളോടുള്ള സ്നേഹമാണ്. പക്ഷേ ആ അനുസരണം നബിതങ്ങളോടുള്ള സ്നേഹത്തോടുകൂടെയുള്ള അനുസരണമായിരിക്കണം. സ്നേഹത്തോടുകൂടെയുള്ള അനുസരണവും സ്നേഹമില്ലാത്ത അനുസരണവും, ഇത് രണ്ടുമുണ്ട്. കേവലം അനുസരണമല്ല ഒരു മുസ്ലിമിന് നബിതങ്ങൾ പറഞ്ഞ വാക്കുകളോട് വേണ്ടത്, സ്നേഹത്താലുള്ള ഒരു അനുസരണമായിരിക്കണം. അത് അല്ലാഹു തആല നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. ആ സ്നേഹമുണ്ടെങ്കിൽ ഈ അനുസരണത്തിന് പിന്നെ പറയുന്നു വേണ്ട. അടിസ്ഥാനം സ്നേഹമാണ്. സ്നേഹമുണ്ടെങ്കിൽ പിന്നെ യാന്ത്രികമായി അനുസരിക്കും. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഇന്നൊരു 5 മിനിറ്റ് വൈകും. ഓണാണ്, അതേപോലെ നബിദിനാണ്, എല്ലാവർക്കും മുടക്കാന്ന് എനിക്കറിയാം. അടുത്ത ആഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് കറക്റ്റ് 1 മണിക്ക് ഞാൻ പ്രസംഗം നടത്തും. 1:05 ഉള്ളിലായിട്ട് നമുക്ക് ഖുതുബ ആരംഭിക്കാം അടുത്ത വെള്ളിയാഴ്ച. ഇന്നൊരു 5 മിനിറ്റ് വൈകിയാൽ നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇന്നല്ലെങ്കിൽ നമ്മൾ എന്നാണ് ഇതൊക്കെ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് വേണ്ടത് സ്നേഹത്താലുള്ള ഒരു അനുസരണമാണ്. സ്വഹാബത്ത് നമുക്ക് കാണിച്ചു തന്നത് അങ്ങനെയാണ്. നബി തങ്ങൾ അല്ലാഹു തആല അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. പിന്നെ നബി തങ്ങൾക്ക് നമ്മളോടുള്ള കാര്യം എന്താണ്? അതും ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ തൗബയുടെ അവസാനത്തെ 2 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഈ ആയത്തും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നബിതങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇനി നബിതങ്ങൾക്ക് നമ്മളോടുള്ള കാഴ്ചപ്പാട് എന്താണ്? നബിതങ്ങളെ നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നബിതങ്ങളോട് നമുക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങളെ കുറിച്ച് അറിയാനും പഠിക്കാനും നമ്മൾ തയ്യാറാവണം. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇസ്ലാമിന്റെ വിരോധികൾ നബിതങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്, നബിതങ്ങളെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് നബിതങ്ങളിലേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയുടെ സെക്കൻഡ് ലാസ്റ്റാമത്തെ ആയത്തിലൂടെ നമ്മോട് പറയുന്ന ഒരു വചനമുണ്ട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം.
എന്താണ് ഈ വചനം? ലഖദ് ജാഅക്കും. ഇത് ഒന്നാമത്തെ അഭിസംബോധന ഖുറൈശികളോടാണെങ്കിലും ഖുറൈശികൾ മാത്രമല്ല എല്ലാ മുഅ്മിനീങ്ങളോടുമുള്ള നബി തങ്ങളുടെ കാഴ്ചപ്പാട് ഇത് തന്നെയാണ്. ലഖദ് ജാഅക്കും, അല്ലാഹ് പറയാണ് ലഖദ് ജാഅക്കും, നിങ്ങൾക്ക് വന്നിരിക്കുന്നു, നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, റസൂലും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ. അത് ഖുറൈശികളിലേക്കാകുമ്പോ ഖുറൈശികളിൽ നിന്നുള്ള ഒരു ദൂതൻ, എല്ലാ മനുഷ്യരിലേക്കും ആകുമ്പോ ജിന്നല്ല മലക്കല്ല മനുഷ്യനായിട്ടുള്ള ഒരാൾ തന്നെ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു ഒരു ദൂതൻ. എന്താണ് ആ ദൂതന്റെ പ്രത്യേകത? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ പ്രയാസപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത, നിങ്ങൾ വിഷമിക്കുന്നത് കണ്ടാൽ വിഷമിക്കുന്ന, നമ്മുടെ പ്രയാസത്തിൽ അതീവ ദുഃഖിതനായിട്ടുള്ള, ഹരീസുൻ അലൈക്കും, അതേപോലെ തന്നെ നമ്മുടെ കാര്യത്തിൽ അതീവ താല്പര്യമുള്ള. എന്താ പറഞ്ഞത്? നമുക്കൊരു വിഷമം വന്നാൽ ആ വിഷമം നബിതങ്ങൾ അതുണ്ടാകുമ്പോൾ നബിതങ്ങൾ വിഷമിക്കുകയാണ്. നമുക്ക് നല്ല ഒരു കാര്യം വരണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാൾ. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മാത്രമല്ല മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റത്തെ ദയാലുവായ, അങ്ങേയറ്റത്തെ കരുണയുള്ള ഒരു പ്രവാചകർ, കരുണയുള്ള ഒരു ദൂതർ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. നമ്മൾ വിഷമിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ സഹിക്കാൻ പറ്റൂല. ഇങ്ങനെ ഒരു നേതാവിനെ ലോകത്ത് നമുക്ക് എവിടെ കാണാൻ കഴിയും? നമ്മൾ വിഷമിക്കുന്നത് കാണാൻ ഇഷ്ടമല്ല. ഇത് ഏതെങ്കിലും ഒരു മധുരവാക്കല്ല. അല്ലാഹു പറയാണ് റസൂലിനെ കുറിച്ച്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറയാണ് റസൂലിനെ കുറിച്ച്, ഈ നബി ആരാണെന്ന് നിങ്ങൾക്കറിയോ? നിങ്ങൾ വിഷമിക്കുന്നത് ഇഷ്ടമില്ലാത്ത നബി, നിങ്ങളിൽ അതിയായി താല്പര്യമുള്ള നബി, നിങ്ങൾ നന്നാവണം, നിങ്ങൾ നന്നായി കാണണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന നബി, അങ്ങേയറ്റത്തെ കൃപയുള്ള നബി, അങ്ങേയറ്റത്തെ കാരുണ്യമുള്ള ഒരു നബി. ആ നബി ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് നബിയെ കുറിച്ച് അല്ലാഹു നമ്മളോട് പറയാണ്. അറിയാലോ, കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചു, നബി തങ്ങൾ വഫാത്തായതും റബീഉൽ അവ്വൽ 12 അന്ന് തന്നെയാണ്. ആയിഷ ബീവിയുടെ മടിയിൽ നബി തങ്ങൾ ഇങ്ങനെ തലവെച്ച് കിടന്നുറങ്ങുമ്പോ നബി തങ്ങളുടെ നാവ് കുഴഞ്ഞു പോയി, സംസാരിക്കുന്നത് അവ്യക്തമാണ്. ആ സമയത്ത് ആയിഷ ബീവി തന്റെ ചെവി നബി തങ്ങളുടെ വായുടെ അടുത്തേക്ക് ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചു. എന്നിട്ട് പറഞ്ഞു, നബി എന്താണ് പറയുന്നത് എന്ന് നോക്കാൻ. ആ സമയത്ത് വഫാത്താകുന്നതിന്റെ തൊട്ടു മുമ്പുള്ള സെക്കൻഡിൽ നബി തങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ലോകത്തുള്ള നമ്മെ കുറിച്ചാണ് നബി തങ്ങൾ ആശങ്കപ്പെടുന്നത്. ഉമ്മത്തി ഉമ്മത്തി അസ്സലാ, ഉമ്മത്തി അസ്സലാ, ജനങ്ങളെ, ഉമ്മത്തുകളെ, എന്റെ സമുദായമേ, നിസ്കാരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, നിസ്കാരത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. പരലോകത്ത് നമ്മൾ വിഷമിക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത നബിയാണെന്ന് നേരത്തെ പറഞ്ഞു. അവിടെ നമ്മൾ വിഷമിക്കുന്നത് നിസ്കാരത്തിന്റെ കാര്യത്തിലായിരിക്കും. ആദ്യമായി നമ്മളോട് ചോദിക്കപ്പെടുന്നത് നിസ്കാരത്തിന്റെ വിഷയമാണ്. നബി തങ്ങൾ ഇവിടെ പറയുന്നത് ഉമ്മത്തി അസ്സലാ, ഉമ്മത്തി അസ്സലാ, ഉമ്മത്തുകളെ നിസ്കാരത്തെ സൂക്ഷിക്കണേ, നിസ്കാരത്തെ സൂക്ഷിക്കണേ. നബി തങ്ങളുടെ അവസാനത്തെ ടൈമിലുള്ള ഉപദേശം നമ്മളോട് നൽകുന്നത് ഇതാ. ഈ നബിയെ നമ്മൾ മാനിക്കേണ്ടതില്ലേ? ഈ നബിയെ നമ്മൾ അനുസരിക്കേണ്ടതില്ലേ? നമ്മളെ കുറിച്ച് ഇത്രത്തോളം വേവലാതിയുള്ള, നമ്മൾ നന്നാവാൻ ആഗ്രഹിക്കുന്ന, നമ്മുടെ എല്ലാ കാര്യവും നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ നബി നമ്മൾ നന്നാവാൻ വേണ്ടി ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്തും നമ്മളോട് പറഞ്ഞത് നിസ്കാരത്തെ സൂക്ഷിക്കണേ എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കുട്ടികളെ, പ്രായമുള്ളവരെ, നബി തങ്ങൾ നൽകിയ ആ ഒരു ഉപദേശം ഇന്ന് നിങ്ങളോട് എല്ലാവരോടും നബിദിന സന്ദേശമായി ഓർമ്മപ്പെടുത്തുകയാണ്. അവസാന സമയം നബി തങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തിയ ആ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവെക്കുക, അവിടെ ഉറപ്പിച്ചു വെക്കുക. നല്ല രീതിയിൽ പള്ളിയുമായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പറഞ്ഞ് നബി തങ്ങൾ പറഞ്ഞത് അനുസരിക്കുന്നത് നബിയോടുള്ള ഇഷ്ടത്തോടുകൂടെയാക്കി മാറ്റാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകമായി പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ
വെള്ളിയാഴ്ച നമ്മൾ ജുമാ കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ നമ്മൾക്ക് പള്ളിയിലേക്ക് പ്രത്യേക വരുമാന മാർഗങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കോശ്ശേരി പറമ്പിൽ കുറച്ച് ഒരു സഹോദരൻ നമുക്ക് ഹദിയ നൽകിയ ആ സ്ഥലത്ത് നമ്മളൊരു ബിൽഡിംഗ് പണിയാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. കുറച്ച് മുമ്പ് റമദാനൊക്കെ അതിനു വേണ്ടി നമ്മൾ പിരിച്ചതാണ്. അതിന്റെ കല്ലിടൽ കർമ്മം ഇൻഷാ അല്ലാഹ് നമ്മൾ ജുമാ കഴിഞ്ഞ ഉടനെ നമ്മളെല്ലാവരും പോകണം. അതൊരു സന്തോഷമാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അതിൽ പങ്കാളികളാവണം. നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിച്ച് നേരെ അങ്ങോട്ട് പോയി അധികം നടക്കാനൊന്നുമില്ല, ഇവിടെ തന്നെയല്ലേ. അത് ഇട്ടുകൊണ്ട് നമുക്ക് അവിടെ വെച്ച് ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും അതിൽ സഹകരിക്കുകയും വേണം. ഒരു സ്ക്വയർ ഫീറ്റിന് 2000 രൂപയാണ്. ഇനിയും അതിലേക്ക് ഒരുപാട് കാശ് വേണം. ഇന്ന് ഒരു സഹോദരൻ ഒരു 2 സ്ക്വയർ ഫീറ്റിനുള്ള കാശ് 4000 രൂപ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അത് കബൂൽ ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ ഉമ്മ വാപ്പയുടെ അർവാഹിലേക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ മുറാദ് അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. അതേപോലെ നമുക്കൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാകും. നമ്മുടെയൊക്കെ ഉമ്മ, നമ്മുടെയൊക്കെ ഉപ്പ ആറടി മണ്ണിലാണ്. ഇന്ന് നമ്മളവിടെ മരിച്ചാൽ എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ പോയി ഇന്നലെ നബിദിന പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ, നമ്മുടെ മുഹമ്മദ് ഉസ്താദിന്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരു ഉസ്താദ് ഇന്നലെ രാത്രി വഫാത്തായി പോയി. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അദ്ദേഹം വിചാരിച്ചില്ല കുട്ടികളുടെ പേര് വിവരങ്ങളെല്ലാം റെഡിയാക്കി കുട്ടികളുടെ അവർ പഠിപ്പിച്ചു കൊടുത്ത കാര്യം അവതരിപ്പിക്കുന്നത് രക്ഷിതാക്കളെ പോലെ കാണാൻ ഇഷ്ടമുള്ള ആളുകൾ തന്നെയാണ് ഉസ്താദുമാർ. നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചത് അവർ തന്നെ അവതരിപ്പിക്കുമ്പോൾ അത് വല്ലാത്ത ഒരു സന്തോഷമാണ്. നമ്മളെ പഠിപ്പിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഇന്ന് പരാലിയിൽ പോയപ്പോ ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടു, ഒരുപാട് കൊച്ചുങ്ങളെ നമ്മൾ കണ്ടു. നമ്മൾ പഠിപ്പിച്ച വിട്ട കുട്ടികൾ കൊച്ചുങ്ങളായിട്ട് വഴിക നിന്ന് ഉസ്താദെ എന്ന് വിളിക്കുമ്പോ നമ്മുടെയൊക്കെ കാഴ്ചയിൽ അവർ ഇപ്പോഴും ചെറിയൊരു കുട്ടിയാണ്. പക്ഷെ അവരൊക്കെ ഉമ്മമാരായി സന്തോഷം തോന്നി. ഇന്ന് ഒരുപാട് എനിക്ക് ഇതേപോലെ കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അത് കാണാൻ അവരെ പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ, ആ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മരണപ്പെട്ടു പോയി. അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. ഇത്രയേ ഉള്ളൂ നമുക്കൊക്കെ. നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ ഒരു സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു 2 സ്ക്വയർ ഫീറ്റ് അവർക്ക് വേണ്ടി നമ്മൾ ഹദിയ ചെയ്യുക. ഞാൻ പിരിവൊന്നും എടുക്കുന്നില്ല. പുറത്ത് കമ്മിറ്റി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണ്ടാകും. ഇന്ന് നമ്മൾ അതിന്റെ പേര് കൊടുത്ത് അടുത്ത ദിവസം വരും പിന്നെ കാശോ അല്ലെങ്കിൽ ഗൂഗിൾ പേ ഒക്കെ സൗകര്യമുണ്ട്, നമ്മൾ ചെയ്യുക. ഇനി മാതാപിതാക്കൾക്ക് നോക്കണ്ട, നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുക. നമുക്ക് വേണ്ടി നമ്മൾ ചെയ്യുക. നമ്മുടെ പേരിൽ ഇന്നിപ്പോ രജിസ്ട്രേഷനിൽ നമ്മളെ സ്ഥലം റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ മരിച്ചാൽ അത് അടുത്ത തലമുറക്കായി ഒരു സ്ക്വയർ ഫീറ്റ് സ്ഥലമെങ്കിലും അല്ലാഹുവിന് വേണ്ടി ഹദിയ ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അതിലെല്ലാ ആളുകളും പങ്കാളികളായവരും തീരെ പങ്കാളികളാവാത്തവരും ഒക്കെ അതിൽ പങ്കാളികളാവണം. പിന്നീട് അതേപോലെ നമ്മുടെ ഈ പള്ളിയുടെ ഈ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം, പടിഞ്ഞാറെ ഫ്രണ്ട് ഭാഗം നമുക്കറിയാം ഷീറ്റ് ഇട്ട് തരികയാണ് ഒരു സഹോദരൻ. അദ്ദേഹത്തിന്റെ മരിച്ചുപോയതായ ഉമ്മാക്ക് വേണ്ടി, സഹോദരൻ എന്നല്ല, ആ മരിച്ചുപോയ ഉമ്മയുടെ മക്കൾ, ആ ഉമ്മയുടെ പരലോക നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നല്ല ഒരു സംഖ്യ ചെലവുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നാനും ഒരു മനസ്സ് വേണമല്ലോ. ഒരുപാട് സമ്പത്തുമായിട്ട് മരണപ്പെട്ടു പോയ ആളുകൾ ഉണ്ടാവും. പക്ഷെ അത് ചെയ്യാൻ ഒരു മനസ്സ് തോന്നണ്ടേ? എന്റെ ഉമ്മാക്ക് വേണ്ടി എന്നുള്ള നിലക്ക് അവർ ചെയ്യുകയാണ്. അല്ലാഹുവേ, അതിന്റെ പ്രതിഫലം മരണപ്പെട്ടു പോയ ആ സഹോദരങ്ങളുടെ, ആ ആളുകളുടെ പ്രിയപ്പെട്ട ഉമ്മയുടെയും ഉപ്പയുടെയും അർവാഹിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അതൊരു ജാരിയായി സ്വതക്കയായി നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അവിടെ നിർമ്മിക്കുന്ന ആ ഒരു വികസന ഫണ്ടിലേക്ക് 1 സ്ക്വയർ ഫീറ്റും 2, 3, 4, 5 ഒക്കെയായി കുറെ ഓഫർ ചെയ്ത ആളുകളുണ്ട്. അല്ലാഹുവേ, അതെല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. ഇനി നൽകാൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ 10:30 നമ്മുടെ പള്ളിയിൽ വെച്ചുകൊണ്ട് നമ്മുടെ മൗലിദിന്റെ സമാപനം. ഇന്ന് ഇശാക്ക് ശേഷം കൂടെ മൗലിദ് ഉണ്ടാകും. സമാപനമായിട്ടില്ലല്ലോ, നേർച്ച ഭക്ഷണ വിതരണത്തോടു കൂടെയാണ് നമ്മൾ സമാപിക്കുന്നത്. ഇന്ന് രാത്രി ഇശ കഴിഞ്ഞ് മൗലിദ് ഉണ്ടാകും. അത് കഴിഞ്ഞ് നാളെ 10:30 മണിക്കാണ് നമ്മുടെ മൗലിദിന്റെ സമാപനം. അത് കഴിഞ്ഞാണ് അന്നദാനം. നാളെ വൈകുന്നേരം അസ്ർ നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് പൊതുസമ്മേളനം. നമ്മുടെ കുട്ടികളെ കലാപരിപാടികൾ, അതിലേക്കൊക്കെ എല്ലാ ആളുകളും വരണം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ വളരെ നന്നായിട്ടാണ് എല്ലാ വർഷവും നമ്മുടെ നാട്ടിലെ പരിപാടികളൊക്കെ നടക്കാറ്. ഇന്നും അങ്ങനെ തന്നെയായിരുന്നു. കാലാവസ്ഥ തുടക്കത്തിൽ കുറച്ച് പ്രതികൂലമായി വന്നെങ്കിലും അല്ലാഹു നമുക്കൊക്കെ അത് അനുഗ്രഹം ചെയ്തതുപോലെ എല്ലാം റാഹത്തായി പൊതുജനങ്ങളും കുട്ടികളും എല്ലാവരും
പങ്കെടുത്ത് ഉസ്താദിനെയും കമ്മിറ്റിയെയും പറയുന്ന ഒരു കാര്യം അക്ഷരം പ്രതി അനുസരിച്ച് ആരോടും ഒരു ധിക്കാരവും ഒന്നുമില്ലാതെ പല ജമാഅത്തുകളിലും നടക്കുന്ന വാഗ്വാദങ്ങളും ഒന്നുമില്ലാതെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ചു. അല്ലാഹു ഈ ഒരു ഐക്യവും ഒത്തൊരുമയും